തിരിച്ചു പോകും. അതെ, തിരിച്ചു പോകുള്ളൂ. ഇത് വാശിയാണ്. ഇത് വാശിയാണ്. അതെ. നമ്മള് കപ്പയും പിന്നെന്താ കക്കയിറച്ചിയും വാങ്ങി. ഇതിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുക. ബീച്ച് സൈഡില് കടയിൽ നിന്നാണ് വാങ്ങിയത്. തട്ടുകട പോലെ. 100 രൂപ. തട്ടുകടയല്ലേ? 100 രൂപയാണ്. ബീച്ചിലെത്തിയതും നമ്മൾ കപ്പയും കക്കയിറച്ചിയും വാങ്ങി. ബീച്ച് സൈഡിലൊക്കെ തട്ടുകട പോലെ ഓരോരുത്തർ നിൽക്കുന്നുണ്ട്. കപ്പ, അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. കപ്പ, കക്കയിറച്ചി, ചിക്കൻ പുരട്ടിയത്, അതുപോലെ ബജ്ജി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ചായ, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ബീച്ച് സൈഡിൽ മുളക് ബജ്ജിയും അല്ലെങ്കിൽ കപ്പയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മളവിടെ ഇരുന്ന് കപ്പയും കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നല്ല ചില്ലായിട്ട് ഇരിക്കുമായിരുന്നു. ഒരുപാട് പേരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കപ്പയും കക്കയിറച്ചിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് കപ്പയും ആ കക്കയിറച്ചിയും ഒരു തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് നല്ല ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അത് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അത് ബീച്ച് സൈഡിലെ തണുത്ത കാറ്റും ഒപ്പം ആ കപ്പയും കക്കയിറച്ചിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. യാത്രകൾ മനോഹരമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ. ഇപ്പം തൊട്ടടുത്ത് പോകുമ്പോൾ പോലും നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമായിരിക്കും. ആ യാത്ര ചെറുതാണെങ്കിൽ പോലും ആ യാത്രയിൽ ഭയങ്കര ഒരു പ്രത്യേക സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരാണ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വൈബിനൊത്ത കൂട്ടുകാരെ കിട്ടുമ്പോഴാണ് യാത്രകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് കൂടുന്നത്. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അതുപോലെ എനിക്ക് ഇനിയും വീഡിയോസ് ഇടണം എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് മാത്രം മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഇനിയും തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ തോന്നാറുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മസ്റ്റായിട്ടും ചെയ്യണം. Every night are we paradise, paradise seems so far away. Still I try to buy myself some time to get me to that place. All I want, all I want, all I want. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുകയാണ്. We want to tell you what I bet that we can see you. Something far over, and I bet that we could find a way closer. Never wanted to put all of this in your head, but I can see what we're only wrong.
തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ, അതായത് 120 സെക്കൻഡ് ഇങ്ങനെ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ 1000 രൂപയും, 150 സെക്കൻഡ് തൂങ്ങിക്കിടന്നാൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപയും കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ആരും വിൻ ചെയ്തിട്ടില്ല. കുറച്ച് എത്തുമ്പോഴത്തേക്കും എല്ലാവരും താഴെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. 150 സെക്കൻഡ് ആരെങ്കിലും 100 സെക്കൻഡെങ്കിലും കംപ്ലീറ്റ് ആക്കുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും കംപ്ലീറ്റ് ആക്കിയില്ല. I just want you breaking my stride. I just want you. വീണ്ടും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നേരത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. അങ്ങനെ കുതിരപ്പുറത്ത് കയറണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുതിരപ്പുറത്ത് കയറാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കയറുമ്പോൾ. അപ്പോൾ 150 രൂപയാണ് ഒരു റൈഡിന്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ആണ്, അതുവരെ ഉള്ളൂ. എന്നാലും കുറച്ച് നേരം ഇങ്ങനെ കുതിരപ്പുറത്ത് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. കുതിരപ്പുറത്ത് കയറി ഝാൻസി റാണിയെ പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എനിക്ക് സാധിച്ചു. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ ഒരാൾ മാക്കാനായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കാൻ മാത്രം ഒന്നുമില്ല. ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.